So hey guys, day 4 at Malaysia. ഗെയിം കളിച്ച് നമുക്കൊരു റെഡ് ബുൾ കിട്ടിയിട്ടുണ്ട്. 36.8 റിംഗ്. ബുർജ ടൈം സ്ക്വയർ കോലാലംബർസിന്റെ വലിയ ഈ ഉണ്ടയൊക്കെ ഉണ്ട്. ഫ്രേഗ്രൻസ് ജെല്ലുണ്ട്. ചപ്പലൊക്കെ 2.40 ഉള്ളൂ. ചോക്ലേറ്റ്സ് ഉണ്ട്, കുക്കി ഉണ്ട്, തായിക്ക് 2.40. കൊക്കക്കോള വാനില ഫ്ലേവർ വളരെ ചെറിയൊരു മെട്രോയാണ്. ഇത് ബെറോട്ടയാണ്. ക്രിസ്മസ് അപ്പന്റെ കുതിര. ആ LED വാളാണെങ്കിൽ നമുക്കെല്ലാം കൂടി ചെലവാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന മലേഷ്യയിലെ ചീപ്പസ്റ്റ് സ്റ്റോറിലാണ്. ഈ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള പല സാധനങ്ങളും നല്ല ചീപ്പ് റേറ്റിന് വാങ്ങിക്കാവുന്നതാണ്. നമ്മളെ ഹോട്ടലിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ഉണ്ട്. നമ്മൾ നടന്നാണ് പോകാൻ ഉദ്ദേശിക്കണം. അതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, സമയമാണെങ്കിൽ 1:15 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർത്ത് ബ്രഞ്ചായിട്ട് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ കടയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് കടയുടെ പേര്, നാസി അണ്ടർ ഹസൻ അലാസി. ഒരു വലിയ പേരാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ ഇവിടുന്ന് ബറോട്ട ദോശയൊക്കെയാണ് കഴിച്ചത്. ഇന്ന് എന്തൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക്. സോ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. സംഭവം അവിടെ ബറോട്ട ദോശ ഒന്നുമില്ല, ചോറും മീൻകറിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് സർച്ചിങ്ങിലാണ്. അപ്പോൾ നമ്മളത് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് നമ്മുടെ റെഡ് ബുള്ളിൻ്റെ ക്യാമ്പയിൻ. ഇവിടെ വന്ന് ഗെയിം കളിച്ചാൽ റെഡ് ബുള്ള് ഫ്രീ ആയിട്ട് കിട്ടും. ഡ്രിങ്ക് ഉണ്ട്. ഇതാണ് ഗെയിം. സോ അങ്ങനെ ഗെയിം കളിച്ച് നമുക്കൊരു റെഡ് ബുൾ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്കേറ്റിംഗ് ഗെയിമാണ്. ആ ഗെയിം കളിച്ചാൽ നമുക്ക് റെഡ് ബുൾ കിട്ടും. ഓക്കെ, അവർ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താലും കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തപ്പോൾ ഒരു പൊട്ടിച്ച് വന്ന് കുടിക്കാൻ വേണ്ടി. സോ അങ്ങനെ നമ്മൾ KFCയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഇന്നത്തെ ഫുഡ് KFC നാക്കാന്ന് വിചാരിച്ചു. പവലിയൻ മാൾ എന്ന് പറഞ്ഞ മോളിനകത്തുള്ള KFC ആണ്. ഇവിടെ നല്ല തിരക്ക്. ഈ മോളിന്റെ പുറത്തൊക്കെ കാണാൻ നല്ല രസമാണ്. രാത്രി ഇതിന്ന് രസമാണ്. ഈ മോളിന്റെ പുറത്തൊക്കെ രാത്രി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ KFC കണ്ടുപിടിച്ചിരിക്കുകയാണ്. ദിസ് ഈസ് KFC. ഇവിടെ വൈഫൈ അവൈലബിൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ KFC നമുക്ക് നോക്കാം എങ്ങനെ പ്രൈസൊക്കെ എങ്ങനെയാണ്. അവിടുത്തെ പോലത്തെ പ്രൈസ് ആണോ അതോ പ്രൈസ് കൂടുതലാണോ കുറവാണോ ഒക്കെ നമുക്ക് ഇവിടെ നോക്കാം. നമ്മൾ KFC പോയപ്പോൾ ഭയങ്കര വില. 6 ചിക്കന് 1500 രൂപ അടുപ്പിച്ചേക്കാം. അങ്ങനെ നമ്മൾ ബർഗർ കിങ്ങിൽ വന്നു. ഇതെല്ലാം കൂടെ നമുക്കായത് 36.8 റിംഗറ്റാണ്. 3 ബർഗർ, 3 ഡ്രിങ്ക്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, ഒനിയൻ റിംഗ്സ് ഉണ്ട്, പിന്നെ 2 സോഫ്റ്റ് സർവ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കഴിച്ചിട്ട് വരാം. സോ അങ്ങനെ നമ്മൾ ഈ പവലിയൻ എന്ന് പറഞ്ഞ മാളിന്റെ അകത്തുള്ള ബർഗർ കിങ്ങിനാണ് ഫുഡ് കഴിച്ചത്. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് പോപ്കോൺ കിട്ടിയതാ. നിങ്ങൾ ഇതുവഴി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡ്രിങ്ക് കിട്ടും, റെഡ് ബുൾ കിട്ടും, പോപ്കോൺ കിട്ടും. എല്ലാം നിങ്ങൾ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നടക്കണം. സോ ഞാൻ പറഞ്ഞ സ്റ്റോറി ബുർജ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ മാളിന്റെ അകത്താണ്. ഇതാണ് മാള്, ബുർജ ടൈം സ്ക്വയർ മാൾ. ഇതിനകത്ത് എക്കോ പ്ലസ് എന്നാണ് ആ ഷോപ്പിന്റെ പേര്. ഇതിനകത്ത് 3rd ഫ്ലോറിലാണ് ആ ഷോപ്പ്. ഇതാണ് ഈ മാളിന്റെ എൻട്രൻസ്, ബുർജ ടൈം സ്ക്വയർ കോലാലംപൂർ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഫുൾ ക്രിസ്മസിന്റെ ഒരു വൈബിലാണ്. ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഗിഫ്റ്റുകളുണ്ട്. ഇവിടെ കേക്ക്സ് ഉണ്ട്, ക്രോസാൻഡ് ഉണ്ട്, പിന്നെ ഒരുപാട് ഇവിടെ ഗിഫ്റ്റ് വെച്ചിങ്ങനെ കാണാം. ട്രെയിനൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ക്രിസ്മസ് ഷോപ്പുകളുണ്ട്. ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് തരുമെന്തോ അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. നമ്മുടെ ക്രിസ്മസിന്റെ വലിയ ഈ ഉണ്ടയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും 3rd ഫ്ലോറിലുള്ള എക്കോ പ്ലസിലോട്ട് പോകാം. സോ അങ്ങനെ നമ്മൾ എക്കോ പ്ലസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് സ്റ്റോർ, നല്ല വലിയ സ്റ്റോറാണ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് 2.40 റിംഗറ്റിന് കിട്ടും. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഫ്രേഗ്രൻസ് ജെല്ലുണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്. ഇവിടെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഗ്ലാസ്, വീട്ടാവശ്യത്തിനുള്ള പല സാധനങ്ങൾ, കണ്ണാടി, സൺഗ്ലാസ് എല്ലാം 2.40 ഉള്ളൂ. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്, കുക്കി ഉണ്ട്, പലതരം മറ്റേ നമ്മുടെ വേഫേഴ്സ് റോൾസ്, ബട്ടർ കുക്കീസ് ഉണ്ട്. ഈ ഒരു ഇത് ബട്ടർ കുക്കീസ് 2.40. ഈ ഒരു ലക്ഷറി വേഫർ, സ്ട്രോബെറി ഫ്ലേവേർഡ് വേഫർ ആണ്. ഇതിന് 2.40. അത് തന്നെ പെട്ടി വരുന്നുണ്ട്. എല്ലാ ഫ്ലേവറും ഉണ്ട്. സ്ട്രോബെറി, ചോക്ലേറ്റ്, വാനില. മുട്ടായിയാണ്. മുട്ടായിക്ക് 2.40. നബാട്ടിയൊക്കെ 2.40. 3 ഇത് പാക്കറ്റ് 2.40 ഉള്ളൂ. ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ട്, പക്ഷെ ചോക്ലേറ്റ് ആണ്. അത് 2.40. പിന്നെ ഒരുപാട് പലതരം മുട്ടായിസ് ഉണ്ട്. ഈ മുട്ടായി എല്ലാം 2.40 ഉള്ളൂ. 2.40 മുട്ടായി മാത്രമല്ല, ബിവറേജസ് ഉണ്ട്. നമ്മുടെ ഈ ഫാൻ്റെ ഒക്കെ 2.40 ഉള്ളൂ. മിൽക്ക്, ജ്യൂസ്, പലതരം ജ്യൂസ് ഉണ്ട്. ഈ ജ്യൂസ് എല്ലാം ഇതിന് 2.40. ഇത് ചെറുത്. വലിയ ജ്യൂസിന് 2.40 ഒക്കെ ഉള്ളൂ. കാണിച്ചു തരാം. 2 ലിറ്ററിൻ്റെ ഡ്രിങ്ക് ആണ്. ഫാൻറ്റ, കൊക്കക്കോള വാനില ഫ്ലേവർ കൊക്കക്കോളയാണ്. ഒരെണ്ണത്തിന് 2.40 ഉള്ളൂ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഫാൻറ്റ തന്നെ സ്ട്രോബെറി ഫാൻറ്റ 2.40 ഉള്ളൂ. മിൽക്ക് കോഫി ഡ്രിങ്ക് ഇതിനും 2.40. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇതൊന്നും വാങ്ങിച്ച് കുടിച്ച് നോക്കിയില്ല. ഇനി അകത്ത് ഒരുപാട് ഐറ്റം ഉണ്ട്. ഞാൻ എല്ലാം കാണിച്ചു തരാം. വെള്ളം 2.40 ഉള്ളൂ. പുറത്തൊക്കെ ഒരു ബോട്ടിലിന് വെള്ളം, ഇത്രയും വലിയ ബോട്ടിലിന് വെള്ളം 8 റിംഗറ്റൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഐറ്റം ഉണ്ട്. ബോട്ടിൽസ് ഉണ്ട്. ഇതിനൊക്കെ 2.40 ഉള്ളൂ. കണ്ടെയ്നേഴ്സ് ഒക്കെ ഒരുപാട് കണ്ടെയ്നേഴ്സ് ഉണ്ട്. എല്ലാത്തിനും 2.40. പിന്നെ പലതരം കണ്ണാടി ഉണ്ട്, വലുതും ചെറുതും എല്ലാത്തിനും 2.40. അതാണ്ട് കണ്ണാടി, പെയിന്റിങ്, ടവല്, ഫേസ് ടവല് 2.40. അല്ലാതെ ക്ലീനിങ് ടവല് 2.40. ഒരുപാട് ടവൽസ് ഉണ്ട്. എല്ലാം 2.40 കണ്ട. പിന്നെ ചെടിച്ചട്ടി ഉണ്ടോ? ചെടിച്ചട്ടിക്ക് എല്ലാം 2.40 ഉള്ളൂ. ഈ വലിയ ചെടിച്ചട്ടിക്ക് വരെ 2.40. 2.40 എന്ന് പറയുമ്പോൾ ഒരു 45 രൂപ ആ റേറ്റേ ആവുന്നുള്ളൂ ഈ ഒരു ചെടിച്ചട്ടിക്ക്. കുപ്പിയിലുള്ള കണ്ടെയ്നർ സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതും 2.40 ഉള്ളൂ. അതിൻ്റെ ചെറുതുകൊണ്ട് വലുതുണ്ട്, രണ്ടിനും ഒരേ പ്രൈസാണ്. പ്ലേറ്റ്, പലതരം പ്ലേറ്റ് ഉണ്ട്. എല്ലാ പ്ലേറ്റിനും 2.40 കണ്ട. പലതരം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്ലേറ്റ് ഉണ്ട് കണ്ട. നല്ല പ്ലേറ്റ്. ഇതിനൊക്കെ 2.40 ഉള്ളൂ. പല കളറുണ്ട്, പ്ലെയിൻ ഉണ്ട്, പടവുള്ളതുണ്ട്. എല്ലാത്തിനും 2.40 ഉള്ളൂ. പിന്നെ ബാത്റൂമിൽ വെക്കണ സ്റ്റാൻഡ് ഉണ്ട്, അല്ലാതെ നമ്മുടെ കിച്ചണിൽ വെക്കണ സ്റ്റാൻഡ് ഉണ്ട്. ഇതിനൊക്കെ കണ്ട 2.40 ഉള്ളൂ. പിന്നെ ഒരുപാട് ഫ്രെയിം, ഫോട്ടോ ഫ്രെയിം ഉണ്ട്. എല്ലാത്തിനും 2.40. ഈ പെയിൻറ്റിങ്സിനൊക്കെ, പെയിൻറ്റിങ്സ് പോലെ ഇരിക്കും, 2.40 ഉള്ളൂ. എല്ലാം 2.40. ചെറുതുണ്ട്, വലുതുണ്ട്. ചെറുതിനും വലുതിനും എല്ലാം സെയിം പ്രൈസാണ് കണ്ട.
ഇതിനൊക്കെ 240. കണ്ണാടിയുണ്ട്, കണ്ണാടി ഇതിന് 240, ഇതിന് 240. ആണ്ട ഫോട്ടോ ഫ്രെയിം 240, ഈ ഫോട്ടോയ്ക്ക് 240 ഉള്ളൂ. പലതരം സാധനത്തിന് എല്ലാത്തിനും 240. ഇത് കണ്ട 240 ഉള്ളൂ. ഒരു ലോഡ് ഐറ്റം വാച്ച്, ക്ലോക്ക്, ഈ ക്ലോക്കിന് 240. ഡക്ക് ലൈറ്റ് ഇതിന് 240 ഉള്ളൂ. ഇതിന് ലൈറ്റ് കത്തുന്നതാണ് തോന്നുന്നത്. കണ്ട നല്ല രസമുണ്ട്. 240 ഇതിന്റെ വില. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വീട്ടിലൊക്കെ വാങ്ങിച്ച് തൂക്കാൻ പറ്റിയ സാധനം. എന്താണ് സ്വിച്ച് ബോർഡ് 240. എല്ലാം 240 ഉള്ളൂ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്ക്രൂ സെറ്റ് ഉണ്ട്. 240. ഇത്രയും നീളമുള്ള സ്ക്രൂ ഇത്രയും എണ്ണത്തിന് 240 ഉള്ളൂ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ കട. ഒരുപാട് ടൂൾസ്, ഇത്രയും വലിയ ടൂൾസ്, സ്പാനർ 240 ഉള്ളൂ. 240 എന്ന് പറയുമ്പോൾ ഒരു 45 രൂപ ആ ഒരു റേറ്റാണ്. 240 റിങ്കറ്റാണേ. നോക്കിക്കോ, പല പല ടൂൾസ് ഉണ്ട്, പിടിയുണ്ട്, എല്ലാത്തിനും 240 ഉള്ളൂ. അണ്ട ബാത്റൂം യൂട്ടിലിറ്റീസ് ഉണ്ട്. അണ്ട നമ്മുടെ ഓസ് ഉണ്ട്, ഓസിന് 240. എത്ര നീളം ഉണ്ടെന്ന് അറിഞ്ഞൂടാ, ചെറിയ ഓസാണെന്ന് തോന്നുന്നു. എന്നാലും 240 ഇത് എന്തുകൊണ്ട് ലാഭമാണ്. നമ്മുടെ ക്ലിപ്പ്, കോമ്പ്, ബ്രഷിനെല്ലാം 240. നമ്മളെ മറ്റേ റോൾ ചെയ്ത് പെയിന്റ് അടിക്കുന്ന സാധനം അതിനും 240 ഉള്ളൂ. അവിടെ സ്പ്രേ പെയിന്റ് അതെല്ലാം 240. നമ്മളവിടെയാണ് ഈ ഒരു കട ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചിലവാണ്. ഈ സംഭവം എന്താണ് അവർക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റണമെന്ന് എനിക്കറിഞ്ഞില്ല. ചിലപ്പോൾ ഇവര് തന്നെ ഓൺ പ്രോഡക്റ്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റണം. ഈ സ്റ്റോർ ഇവിടെ മാത്രമല്ല, മലേഷ്യയിൽ ഒരുപാട് അടുത്തുണ്ട്. മലേഷ്യ വന്നിട്ട് എക്കോ പ്ലസ് എന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോർസ് ഒക്കെ ആപ്പിൽ കാണിക്കും. നിങ്ങൾക്ക് അടുത്ത് ഏതാണോ സൗകര്യം അവിടെ പോയാൽ മതി. ഞാനിപ്പോൾ ഉള്ള ബുർജ ടൈം സ്ക്വയറിലെ എക്കോ പ്ലസ് സ്റ്റോറിലാണ്. ഇതിവിടെ 3rd ഫ്ലോറിലാണ് ഈ ഒരു എക്കോ പ്ലസിന്റെ സ്റ്റോർ ഉള്ളത്. ഈ ഏരിയ ഫുൾ മറ്റേ കോഫീസ് ആണ്. കോഫി നാണ്ട് ലാറ്റയുണ്ട്, കോഫി ഉണ്ട്, നമ്മുടെ കോപ്പിക്കോര കോഫി ഉണ്ട്, ഒരുപാട് വെറൈറ്റീസ് ഓഫ് കോഫി ഉണ്ട്. ജിഞ്ചർ കോഫി എല്ലാത്തിനും 240 വില. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള ബാഗും ഉണ്ട്. അത് ഫ്രീ അല്ല, പൈസ കൊടുത്ത് വാങ്ങിക്കണം. ഇതിന് 240. എല്ലാ ബാഗിനും 240 വില. പല വെറൈറ്റീസ് ഓഫ് ബാഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മലേഷ്യ വന്നിട്ട് എന്തായാലും ഈ ഒരു സ്റ്റോറി വരണം. എക്കോ പ്ലസ് എന്നാണ് സ്റ്റോറിന്റെ പേര്. ഒരുപാട് അടുത്തുണ്ട്. നിങ്ങൾ മാപ്പിൽ നോക്കിയാൽ മതി, എക്കോ പ്ലസ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള സ്റ്റോറിൽ നിങ്ങൾ പോയാൽ മതി. നല്ല ലാഭത്തിന് വെച്ചാൽ നിങ്ങൾക്ക് നാട്ടിൽ പോകുമ്പം ഒരു ലോഡ് സാധനം നല്ല അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കിടിലം സ്ഥലം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എല്ലാ സാധനവും നല്ല കിടിലം പ്രൈസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഒരു ലോഡ് സാധനം വരും. ഒരു 2500 രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഒരു ലോഡ് 2 ബാഗ് നിറച്ചൊക്കെ വരും സാധനം. നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോയി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ലാവിഷായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം ഇവിടെ നിന്ന് നല്ല പൈസന് വാങ്ങിക്കാം. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇത് തീരുമാനിച്ചില്ല. നമ്മളും കുറേ സാധനമൊക്കെ വാങ്ങിച്ച് വീട്ടിലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി. ആണെങ്കിൽ 5 കാലമായി നമ്മളിവിടെ വന്നിട്ട് 2 മണിക്കൂറോളമായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എക്കോ പ്ലസിൽ നിന്നാണ് മേടിച്ചത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാൻ. നമ്മൾ ബുക്കറ്റ് ബിങ് ടാങ്ങിലേക്ക് 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിനകത്ത് പൈസ ഇട്ട് കൊടുത്താൽ നമുക്ക് എവിടെയാണ് പോകാനുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3 ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കയറണമെന്ന് വെച്ചാൽ നമ്മളെ കാർഡ് ഇവിടെ കാണിക്കണം, കയറാൻ പറ്റും. അതാ നമ്മൾ മെട്രോ വരികയാണ്. 10 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ സർവീസ് ഉണ്ട്. ഇതാണ് മെട്രോ. വളരെ ചെറിയൊരു മെട്രോ ആണ്. ഇവിടെ നിന്നോ ഗൈസ്, വി ആർ ഗോയിങ് ഇൻസൈഡ് ദ മെട്രോ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലേഷ്യ. തൊട്ടടുത്ത സ്റ്റേഷനായിരുന്നു. പെട്ടെന്ന് തന്നെ എത്തി. ഇവിടെ നിന്ന് നമുക്കൊരു 250-300 മീറ്റർ നടക്കണം നമ്മളെ ഹോട്ടലിലേക്ക്. നമുക്ക് ഈ സാധനമൊക്കെ കൊണ്ട് വീട്ടിലിറക്കണം. എന്നിട്ടാണ് തിരിച്ച് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ. നമ്മളിനി അടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന പവലിയൻ മാളിലാണ്. രാത്രി ആ മാൾ കാണാൻ നല്ല രസമാണ്, അടിപൊളിയാണ്, ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ അടുത്ത ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ബാങ്കിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ചിക്കൻ, മട്ടൺ, ദോശ എല്ലാം ഉണ്ട്. നമുക്ക് മെനു നോക്കാം എന്തൊക്കെ ഐറ്റം ഉണ്ട്. സോ അങ്ങനെ നമ്മൾ ദോശ വന്നിട്ടുണ്ട്. ചിക്കൻ കുഴമ്പ് നമ്മൾ ചോദിച്ചു, അതും കൊണ്ടുവന്നിട്ടുണ്ട്. ദോശ പ്ലെയിൻ ദോശയാണ്. പ്ലെയിൻ ദോശ വിത്ത് സാമ്പാർ, പിന്നെ ചമ്മന്തി. കൊള്ളാം മമ്മി? കൊള്ളൂല, ദോശയൊന്നും കൊള്ളൂലെന്നാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ബെറോട്ട വന്നിട്ട് അതും കൂടെ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ബെറോട്ട വന്നിട്ടുണ്ട്. 2 ബെറോട്ട വെച്ചപ്പോൾ 2 പ്ലേറ്റിൽ കൊണ്ടുവന്നു. എനിവേ ഇത് സാമ്പാർ, ഇത് മീൻ കറി, ഇത് ചിക്കൻ കറി. ബെറോട്ടയുടെ കൂടെ ഇവിടെ തരുന്നത് മീൻ കറിയാണ്. എന്തായാലും ബെറോട്ട കഴിച്ചു നോക്കാം. നല്ല ചൂടും നല്ല ക്രിസ്പി ബെറോട്ടയാണ്. ബെറോട്ട നമ്മുടെ ചിക്കൻ കുഴമ്പി മുക്കി കഴിച്ചു നോക്കാം. കുഴപ്പമില്ല, നമ്മളിതൊക്കെ കഴിച്ചിട്ട് എത്ര രൂപയാണെന്ന് പറയാം. സോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് 15 റിങ്കറ്റായി. 15 റിങ്കറ്റ് എന്ന് പറയുമ്പോൾ 285 രൂപ. അവിടെ ചിക്കനൊക്കെ ഉണ്ട്. ക്വാർട്ടർ പീസിന് 170 രൂപ. 8 റിങ്കറ്റാണ് വില. സോ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് നമ്മൾ ബെറോട്ട, ദോശയെ മാത്രമേ കഴിച്ചോളൂ. ഇനി നമ്മൾ പോകാൻ പോകുന്ന പവലിയൻ എന്ന് പറഞ്ഞൊരു മാളാണ്. ആ മാള് രാത്രി കാണാൻ നല്ല രസമാണ്. രാവിലെ നല്ല രസമാണ്, പക്ഷേ രാത്രി കാണാൻ സൂപ്പറാണ്. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. മാളിലോട്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ ഉണ്ട്. നമ്മൾ നടന്നു പോകാനുള്ളതേ ഉള്ളൂ. മാളിന്റെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാളിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം. എന്റെ പൊന്നു ഒരു രക്ഷയില്ല. ഇതാ കണ്ട, ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി. ഡിയോർ ഉണ്ട്, ലൂയി വിട്ടാനുണ്ട്. നല്ല രസം. കീഴിലെ മാള് കാണാൻ എന്റെ പൊന്നോ അടിപൊളി. ഒരു മോളിന്റെ ഫ്രണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മോള് കാണാൻ ഭയങ്കര രസം. ക്രിസ്മസ് ആയതുകൊണ്ട് അവർ എക്സ്ട്രാ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അടിപൊളി. കാണിച്ചു തരാം. ഇവിടെ ഒരു LED വാളുണ്ട്. എന്തൊരു ഇതൊന്നും നോക്കും, റെസൊല്യൂഷൻ നോക്കും, കാണാനൊക്കെ ഭയങ്കര രസം. ഇപ്പുറത്ത് LED വാളുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരുപാട് കടകളുണ്ട്. നല്ല രസമുണ്ട്. രാത്രി സമയം ഇവിടെ കാണാൻ ഭയങ്കര രസം.
കുറെ നേരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ. ഇതിന്റെ ഫ്രണ്ട് വരുമ്പോ തന്നെ അതാ ഒരു വെള്ളച്ചാട്ടം കാണാം. അതിന് ലൈറ്റ് ഒക്കെ ചെയ്തിട്ടിങ്ങനെ കാണാം. നല്ല രസം. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, ഭയങ്കര തിരക്ക്. ക്രിസ്മസും വീക്കെൻഡും എല്ലാം കൂടെ കൊണ്ട് അടിപൊളി. ഇതിന്റെ അടുത്തോട്ട് വന്നപ്പോ തന്നെ നല്ല തണുപ്പുണ്ട്. എന്റെ പൊന്നു അടിപൊളി. ഈ ക്രിസ്മസ് ഡെക്കറേഷൻ കാണാൻ നല്ല രസം. കണ്ടാ ക്രിസ്മസ് അപ്പന്റെ കുതിര അല്ല, ക്രിസ്മസ് അപ്പന്റെ മാനൊക്കെ ഇതാ ഓടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ക്രിസ്മസ് അപ്പനെ കണ്ടില്ല, ക്രിസ്മസ് അപ്പന്റെ വണ്ടിയുണ്ട് ഇതോടെ. കണ്ടാ സൂപ്പർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. നല്ല രസം കാണാൻ. കണ്ട പവലിയൻ കോലാലംപൂർ എന്ന് എഴുതിയിരിക്കണ. ഞാൻ മെയിൻ എൻട്രൻസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ എൻട്രൻസ് കാണിച്ചു തരാം. എന്റെ പൊന്നോ സീൻ അടിപൊളി. ഇതിന് മൊത്തം 2 എൻട്രൻസ് ഉണ്ട്. ഞാൻ എന്താ മെയിൻ എൻട്രൻസിൽ കൂടെയാണ് കയറാൻ പോകുന്നത്. കാണണ്ട ഫുള്ള് അടിപൊളി. എന്തൊരു രസം അറിയാം കാണാൻ വേണ്ടി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ക്രിസ്മസിന് ഇവിടെ എന്റെ പൊന്നോ അകത്തോട്ട് കയറി. ഞാൻ എന്താ മെയിൻ എൻട്രൻസിന്റെ അവിടെ നിന്ന് അകത്തോട്ട് കയറാണേ. അകത്ത് ഇതിനേക്കാട്ടൊരു രസം. എന്റെ പൊന്നോ അടിപൊളി. കാണണ്ട ഇവിടെ ക്രിസ്മസ് ട്രീ എന്റെ പൊന്നോ ഫുൾ ക്രിസ്മസ് വൈബ്. ഡിയോറിന്റെ ഒരു വണ്ടിയൊക്കെ കിടപ്പുണ്ട്. ക്രിസ്മസ് അപ്പന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു. കാണാൻ നല്ല രസമുണ്ട്. സൂപ്പർ. ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. ആരും ഇവിടെ ഇരിക്കുന്നുണ്ട്. സൂപ്പർ. അതാ ഇവിടെ ഫുൾ ക്രിസ്മസിന്റെ കീഴിലാണ് വൈബ് ചെയ്യുന്നത് കേട്ടാ. ആ ഫ്രണ്ടിൽ അത് കാണാൻ എന്റെ പൊന്നോ നല്ല രസം. ഈ ഫ്രണ്ടിൽ കണ്ടത് ഡിയോറിന്റെ സ്റ്റാളാണ് കേട്ടോ. പെർഫ്യൂമിന്റെ ഔട്ട്ലെറ്റ് ആണ്. എല്ലാം പെർഫ്യൂമാണ്. ഫുൾ പെർഫ്യൂം മാത്രമേ ഇവിടെ ഉള്ളൂ. പലതരം പെർഫ്യൂം ഉണ്ട്. പെർഫ്യൂം മാത്രമല്ല ഇവിടെ ബ്യൂട്ടി പ്രോഡക്ട്സും അവൈലബിൾ ആണ്. ഇതാ കണ്ട ലിപ്സ്റ്റിക്, ക്യൂടെക്സ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നതാണ്. സമയം ഇങ്ങനെ 10 മിക്ക കടയും ക്ലോസിംഗ് ആണ്. ഇവിടെ ഈ സ്റ്റാളൊക്കെ ക്ലോസ് ചെയ്തു. കുറേ കടയൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നു. ബോഡി ആൻഡ് ബാത്ത്. ഇത് നമ്മളെ ലുലുവിലുണ്ട്. ഇവിടെ ഒരുപാട് പിന്നെ നല്ല നല്ല കൂടിയ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾ മലേഷ്യയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു മാള് മിസ് ചെയ്യില്ല. അടിപൊളി കാണാൻ എൻ്റെ പൊന്നു സൂപ്പർ. നല്ല പൈസയൊക്കെ ഉണ്ടാക്കി സാധനം വാങ്ങിക്കാം. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ മാള് വരുമ്പോൾ 10 മണിക്ക് മുമ്പ് വരണം. 10 മണിയാകുമ്പോൾ മിക്ക കടകളും അടയ്ക്കുകയാണ്. ഈ മാളിൽ മൊത്തം 4 ഫ്ലോറാണുള്ളത്. 4 ഫ്ലോറിലും മൊത്തം പ്രീമിയം ബ്രാൻഡ്സും എല്ലാം നല്ല കൂടിയ സാധനങ്ങളാണുള്ളത്. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാത്തിനും 10-15% ഓഫുണ്ട്. ചിലതിനൊക്കെ 50-70% ഓഫുണ്ട്. കുറേ അടുത്ത് സെയിൽ 50% അപ് ടു 50% എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതായിരുന്നു എൻട്രൻസ്. ഞാൻ അതുവഴിയാണ് കയറി വന്നത്. കാണാൻ നല്ല രസമുണ്ട്. എൻ്റെ പിന്നെ എന്തൊരു ഭംഗി എന്ന് പറഞ്ഞാൽ കിടിലം. കണ്ടേ ക്യാമറയിൽ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അതോ ഫ്രണ്ടിലൊരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതോ കാണുന്നത് ആ വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ കുറച്ച് സ്റ്റാർസ് എല്ലാം തൂക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ അടിപൊളി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡിയോറിൻ്റെ ഒരു സ്റ്റാളാണ്. അതും ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അടിപൊളി. സൂര്യൻ തിളങ്ങി നിൽക്കുന്ന പോലെ ഡിയോറിൻ്റെ അത് തിളങ്ങി നിൽക്കണുണ്ടാവും. അടിപൊളി. ലൈറ്റൊക്കെ കാണാൻ തന്നെ എന്ത് രസവും നോക്ക്. സൂപ്പർ. സോ ഗൈസ് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നമുക്ക് ഫെറാറിയുടെ പുറസാങ്കുവേ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതോ എന്തൊരു വണ്ടി കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫെറാറി വണ്ടി കാണുന്നത്. ഇതോ ഇതാണ് വേറൊരു എൻട്രൻസ്, എലൈറ്റ് എൻട്രൻസ്. ഇതോ അത് ബുക്കറ്റ് ബിങ്ക എൻട്രൻസ്. ഇതാണ് മെയിൻ എൻട്രൻസ്. എന്ത് രസം. ഇവിടെ കൂടെ നടന്നു പോകാൻ തന്നെ നല്ല രസമുണ്ട്. ഇവിടെ ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഒരു രക്ഷയില്ല കേട്ടോ. രാത്രി നിങ്ങളൊരു 7:30 ആ ഒരു ടൈമിന് വന്നാൽ സൂപ്പറായിട്ട് ഇവിടെയൊക്കെ കണ്ട് ഇവിടുത്തെ മാളെല്ലാം കണ്ട് ഇവിടെയുള്ള സ്റ്റോർസ് എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാം. നമ്മൾ വന്നപ്പോൾ ഒരു 9:30 ആയി. സ്റ്റോർസ് എല്ലാം അടച്ച്. എന്നാലും ഈ പുറത്തുള്ള വ്യൂ ഒക്കെ അടിപൊളി. നോക്ക് ഒന്നും കൂടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ലൂയി വിട്ടോൺ, ഡിയോർ, പവലിയൻ എന്നൊക്കെ എഴുതിയ കാണാൻ നല്ല രസമുണ്ട്. അടിപൊളി. സോ നമുക്കിന്നെല്ലാം കൂടി ചിലവായത് 56 റിങ്കറ്റാണ്. 56 റിങ്കറ്റ് പറയുമ്പോൾ 1070 രൂപ അടുപ്പിച്ചാണ് ചിലവായത്. ഇന്ന് രാവിലെ കഴിച്ചത്, രാവിലെ അല്ല ഉച്ചയ്ക്ക് കഴിച്ചത്, നമ്മൾ പിന്നെ മെട്രോ കയറിയത്, പിന്നെ വൈകുന്നേരം കഴിച്ചത്. ഇന്ന് ഇത്രയൊക്കെ ചിലവായുള്ളൂ. സോ നാളെ നമ്മൾ ഇവിടെ നിന്ന് വെക്കേറ്റ് ആണ്. എന്നിട്ട് വേറൊരു കിടില റൂമിലോട്ടാണ് പോകുന്നത്. എയർബിഎൻബി വഴി ബുക്ക് ചെയ്തതാണ്. സോ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.